സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾ തോറും ചെയ്ത നന്മ കേളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാം തൻ്റെ മാറിൽ ദീനം ദീനമാ, തൻ്റെ മാറിൽ ദീനം ദീനമാ. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുണയാ, ഘോരവൈരി നാടുവിലാവൻ മേശനാമുക്കൊരുക്കിയല്ലോ, മേശനാമുക്കൊരുക്കിയല്ലോ. പാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും പിളർന്നിടുന്നു രാടി പിണരാ, തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സഹായ ശൈലമാവൻ സംഗീതവും കോട്ടയും താൻ, നടുങ്ങിടുകിലായതിനാൽ തൻ കരുണ ബഹുലമാകൂ, തൻ കരുണ ബഹുലമാകൂ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾ തോറും ചെയ്ത നന്മ കേളോർത്ത് പാടുക നീ എന്നും മനമേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 150 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ നമ്മെ സഹായിച്ച ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി ഒരു പ്രഭാതം കൂടി കാണുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെപ്പോലെ പൽക്കാലം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലേക്ക് കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത്രത്തോളം സൗഖ്യവും വിടുതൽ, ആശ്വാസ സമാധാനങ്ങൾ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പാ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു അപ്പാ, സ്തോത്ര. രോഗാവസ്ഥയിലായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രികാലം കഴിയുകയില്ല എന്ന് ഹല്ലേലൂയ വിചാരിച്ചു കിടന്നുവെങ്കിലും പകൽക്കാലം വീണ്ടും കാണുവാൻ തക്കവണ്ണം
സ്വർഗത്തിലെ ദൈവം ആയുസ്സുകൾ നീട്ടി തന്ന കൃപയ്ക്കായി നദിയുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാറൊക്കെ കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, ആശുപത്രിയിലും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നപ്പ. യേശു സൗഖ്യദായകനായി കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ അടിപ്പിടലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന എന്ന വചനം പോലെ കർത്താവെ സൗഖ്യമുള്ളതിൽ ആശ്വാസം പകരണപ്പ. ജീവിതത്തിലെ കുറവുകളെല്ലാം വാസ്തവമായി ക്ഷമിക്കണപ്പ. അറിഞ്ഞോ അറിയാതെ ഈ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല കുറവുകളും വാസ്തവമായി ക്ഷമിച്ചിട്ട് യേശുവിൻ്റെ രക്തത്താലും അതിന് താലും ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെല്ലാം തീർക്കണം കർത്താവേ. സ്തോത്രനാഥ, ശരീരത്തിന്റെ കേടായ ഭാഗങ്ങളെ മാറ്റി അല്ലലിയ പുതിയ ശരീരഭാഗം വച്ചുപിടിപ്പിക്കാൻ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ ലോകത്തെ സകലത്തെ ഉളവാക്കിയ കർത്താവ്, മനുഷ്യന്റെ ശരീരങ്ങളെ സൃഷ്ടിച്ച കർത്താവിന് മാത്രമേ അറിയാവൂ കർത്താവേ. അപ്പോൾ ആ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കേടെന്ന് നോക്കി കർത്താവെ ആ ശരീരഭാഗങ്ങളെ, തകരാറിലായ ശരീരഭാഗങ്ങളെ പുതിയ ശരീരഭാഗം വെച്ച് പിടിപ്പിച്ച് കർത്താവെ. അപ്പോൾ ആ ജീവിക്കുന്ന നാളൊക്കെയും ഹല്ലേലൂയ ആവശ്യമായ വെള്ളവും ആഹാരം കഴിക്കുവാനും ശ്വാസം വലിക്കുവാനും അപ്പാ സ്തോത്രം കർത്താവേ, ആവശ്യമായ ശരബല സൗഖ്യ ആരോഗ്യം എന്ന് പറഞ്ഞപ്പ. ശരങ്ങളുടെ ക്ഷീണ പ്രയാസ ബലഹീനതകളെല്ലാം മാറ്റണം കർത്താവേ. പ്രത്യേക കീമോ കൊടുക്കുന്നതിന് കാരണം കർത്താവേ, ശരീരത്തിന് വരുന്ന ഈ തളർച്ചകൾ ക്ഷീണങ്ങൾ ആയിരിക്കുന്ന പ്രിയമക്കൾക്ക് സൗഖ്യം വിടുതൽ ആശ്വാസം പകരണപ്പ. മറ്റിതര രോഗങ്ങളാൽ കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അപ്പ, അവർക്കെല്ലാം യേശുവിൻ്റെ സൗഖ്യം അങ്ങ് പകരണപ്പ. യേശുവിൻ്റെ അടിപ്പിടലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നറിയി ചെയ്ത കർത്താവേ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം വിടുതലും പ്രാപിച്ചല്ലോ നാഥ. അപ്രകാരം കർത്താവെ ജീവിക്കാൻ കൊടുത്തിരിക്കുന്ന ആയുസ് ഹല്ലേലൂയ. അപ്പൊ ആ സ്വന്തം കാര്യങ്ങൾ നോക്കുവാൻ, ആഹാരം വെള്ളം കുടിക്കാനും ഹല്ലേലൂയ ശ്വാസം എടുക്കുവാനൊക്കെ ഉള്ള കൃപ എല്ലാ മക്കൾക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ നയോളം ജീവിക്കുവാൻ അവസരങ്ങൾ നൽകിയതിനായി നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം അപ്പ. മറ്റേതൊരു വിഷയങ്ങളാൽ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും പകരുവാൻ എൻ്റെ കർത്താവിനെ കൊണ്ടേ കഴിയുള്ളൂ. അപ്പ ഹൃദയത്തിന്റെ വേദനയാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട വേർപാട് ദുഃഖത്തിലൂടെ ഹല്ലേലൂയ ആമേൻ ഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അപ്പ, യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിലും പകരണം അപ്പ. ഒന്നിലാലും ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകാൻ ഇടയാകാതെ വണ്ണം കർത്താവേ ഹല്ലേലൂയ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിപ്പ. സ്വർഗത്തിലെ ദൈവം തന്നെ എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണം അപ്പൊ. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് തീർക്കാനുള്ള വഴിക തുറക്കണം കർത്താവേ. കർത്താവെ മറ്റിതര വിഷയങ്ങളാൽ കുടുംബ സമാധാനം ഇല്ലാത്ത വ്യക്തിശീലങ്ങൾക്ക് കുടുംബ സമാധാനം നൽകണം അപ്പ. കർത്താവെ ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കാൻ കഴിയാതെ വണ്ണം കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെട്ട നാമധേയ ആരാധനകളിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കും കർത്താവെ യേശുവിൻ്റെ സമാധാനം പകരണം കർത്താവെ. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനുള്ളൊരു സുബോധങ്ങൾ നൽകണം അപ്പ. ഹൃദയത്തിന് കുരുടാക്കിയിരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ പിടിയിൽ നിന്ന് വിടുവിച്ച കർത്താവെ ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ തക്കവരുടെ ഹൃദയ ദൃഷ്ടികളെ ഒന്ന് പ്രകാശിപ്പിക്കണം കർത്താവെ. വചനം കേൾപ്പാൻ ലുതിയുടെ ഹൃദയം തുറന്നതുപോലെ കർത്താവെ ഗ്രൂപ്പിലെ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ ഒന്ന് തുറക്കണം കർത്താവ്. നാമധേയ ആരാധനകൾ, വിഗ്രഹാരാധനകളെല്ലാം വിട്ടു കർത്താവെ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ. സ്വർഗത്തിലേക്കുള്ള വഴി യേശു മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനോട് മാത്രമായി പ്രാർത്ഥിക്കാവൂ എന്നുള്ളത് ഹല്ലേലൂയ എല്ലാ മനുഷ്യന്റെ ഹൃദയങ്ങളിലും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നത് കാരണം കർത്താവെ പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളും ഭാരത്തോടെ ആയിരിക്കണമല്ലോ അപ്പാ. യേശുവിൻ്റെ സമാധാനം ഹല്ലേലൂയ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിൽ പകരണം കർത്താവെ. ഓരോ മക്കളുമായിരിക്കുന്ന യേശുവിനെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ അങ്ങയുടെ ദൂതന്മാരാൽ കാവൽ ചെയ്യണം അപ്പ. ആപത്തുകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ദുർമരണങ്ങൾ സംഭവിക്കാതെ കടലിൽ കൃഷ്ണമണി പോലെ അപ്പ കാക്കണമേ പരിപാലിക്കണപ്പ. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിനെന്ന് അരുളി ചെയ്ത കർത്താവ് ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നപ്പ.
ശരിയായ രീതിയിൽ ബുദ്ധികൾ പരിജ്ഞാനങ്ങൾ നൽകണം കർത്താവെ. അപ്പാ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ ഹാലലിയ ആമേൻ. യേശു എന്ന രക്ഷകനെ തിരിച്ചറിയുവാനും ഹാലലിയ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിക്കുവാനുള്ള ആ മനസ്സ് കൊടുക്കണം അപ്പാ. യേശുവിനെ തള്ളിക്കളഞ്ഞ ആ പാപങ്ങൾ കുറവുകൾ അവരുടെ മേൽ നിർത്താതെ വണ്ണം കർത്താവ് അവരോട് ക്ഷമിക്കണം കർത്താവ്. അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം കർത്താവ്. യേശു എന്ന മശിഹായെ തിരിച്ചറിയുവാനുള്ള ഒരു സുബോധങ്ങൾ നൽകണം നാഥാ. സ്തോത്രം 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 അപ്പാ. കർത്താവെ ലോകരാജ്യങ്ങളുടെ സമാധാനങ്ങൾ നൽകണം കർത്താവെ. ഹല്ലേലൂയ അപ്പാ. അടുത്ത ഇലക്ഷനുകളുടേതായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പാ. ദൈവമക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണങ്ങൾ വരുവാൻ ദൈവം സഹായിക്കണം അപ്പാ. ഹല്ലേലൂയ സ്തോത്രം. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കരുത്തിൽ നീർത്തോട് കണക്കെന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഭരണകർത്താക്കളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ, സംസാരിക്കണം കർത്താവ്. പരിശുദ്ധാത്മാവ് തന്നെ സകല ഭരണാധികാരികളെയും ഹല്ലേലൂയ നിയന്ത്രിക്കണം കർത്താവെ. ദൈവമക്കൾക്ക് അനുകൂലമായ ഭരണങ്ങൾ വരുവാൻ ദൈവം സഹായിക്കണം അപ്പ. ഭൂലോകത്തിലൊക്കെയും യേശു മാത്ര രക്ഷകനെന്ന് അറിയിക്കുവാൻ, ഒരു തടസ്സവും കൂടാതെ അറിയിക്കുവാൻ തക്കോണം കർത്താവ് സഹായിക്കണം അപ്പ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം അപ്പ. എല്ലാവർക്കും സമാധാനവും ശാന്തതയും സ്വസ്ഥതയും പകരണം കർത്താവെ. അപ്പ ഇന്ന് വിശുദ്ധ സഭാരാധനയായി ഹല്ലേലൂയ അപ്പ ഈ ദിനത്തിൽ കർത്താവെ ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയുന്ന എല്ലാ മക്കളും ഒരു തടസ്സം കൂടാതെ കടന്നു പോകാൻ ദൈവം സഹായിക്കണം. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ആലയങ്ങളിൽ കടന്നുപോയി സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിപ്പാൻ എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണം. നടക്കുന്ന വിശുദ്ധ ആരാധനകളെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം, നടത്തണം. സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധനയായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവേ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകാൻ കഴിയാതെ ഭവനങ്ങളിലും ആശുപത്രികളിലും നീറുന്ന ഹൃദയത്തോടായിരിക്കും മക്കൾക്ക് കർത്താവ് എത്ര വേഗത്തിൽ ആരാധനയ്ക്ക് കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകണം അപ്പ. പിശാചിന്റെ ബന്ധന കെട്ടുകൾ അഴിച്ചിട്ട് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവ്. ഇനി ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തക്ക സമയം കർത്താവ് മറുപടി നൽകി മാനിക്കണം, അനുഗ്രഹിക്കണം. ശാന്തതയും സമാധാനം സ്വസ്ഥതയും കർത്താവ് എല്ലാ മക്കൾക്കും നൽകണം അപ്പ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാനൊക്കെ സഹായിക്കണം. സ്വർഗത്തിലെ ഭൂമിയിലെ സകലാത്മീയ അനുഗ്രഹത്താൽ നിറച്ച് മാനിക്കണം അപ്പ. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ള യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. അമേൻ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. അമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.